ഹലോ, ചാരോ വിത്ത് അനില. വരുമാനം സ്റ്റേബിൾ ആകുന്നുണ്ട്, കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, നിങ്ങളൊന്ന് ഗ്രൗണ്ടഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ചവിട്ടി നിൽക്കാനൊരു നിലം കിട്ടുക എന്നൊക്കെ പറയില്ലേ. മാർച്ച് മാസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഈ കാർഡ്സ് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കാർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജഡ്ജ്മെൻറ്റ് കാർഡ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഹെയർഫെൻറ്റ്, ഡെത്ത് കാർഡ്, Six of Pentacles, Page of Cups and Emperor. ഒരു കാർമിക് ലൈഫ് പാത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നമുക്ക് 3 മേജർ അർക്കാന കാർഡ്സ്, 3 അല്ല 4 മേജർ അർക്കാന കാർഡ്സ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ്, ഹൈറഫൻറ്റ്, ഡെത്ത് ആൻഡ് എംപറർ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കുറച്ച് സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരു സമയമാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനോടൊപ്പം തന്നെ കുറേ നന്മകളും ഹാപ്പിനെസ്സും കൂടി ലൈഫിൽ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ മാർച്ചിലെ ഓവറോൾ തീമായിട്ട് വരുന്നത് എംപറർ കാർഡാണ്. അതായത് നിങ്ങൾക്ക് സ്ട്രക്ചർ, റൂൾ, ഇതിനൊക്കെ പ്രാധാന്യം വേണ്ടി വരുന്ന ഒരു സമയമാണ്. വളരെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങളൊരു ലീഡർഷിപ്പ് റോളിലേക്കൊക്കെ വരുന്നുണ്ടായിരിക്കും. ജോലി സ്ഥലത്തോ വീട്ടിലോ ഒക്കെ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ചുമതല നിങ്ങൾക്ക് വരുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ അതോറിറ്റിയുടെ കീഴിലായിരിക്കും നിങ്ങൾ ഉള്ളത്. നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട്, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു അതോറിറ്റി ഫിഗർ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ആ റോള് എടുക്കേണ്ടി വരുന്നത്. റെസ്പോൺസിബിലിറ്റികൾ വരുന്ന ഒരു മാസമാണ്. ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു സമയമാണ്. പിന്നെ ലൈഫിലേക്ക് വേണ്ട ലോങ് ടേമിലേക്കുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. ലോങ് ടേമിലേക്ക്, അതായത് കുറച്ച് നാളത്തേക്കല്ല, ഒരുപക്ഷെ വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ, ചില എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കുമല്ലോ, ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ഈ മാസം മാർച്ച് മാസത്തിൽ എടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ വരുന്നൊരു എനർജി എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളോട് ഇതിന് മുൻപ് വഴക്കിട്ടിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ ലൈഫിലുണ്ടെങ്കിൽ അവർ തിരിച്ചു വന്നൊരു അപ്പോളജി പറയാനോ നിങ്ങളുടെ ബന്ധം പാച്ചപ്പ് ആവാനോ ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇന്നർ ഹീലിങ്ങിനുള്ള ഒരു സമയമാണ്. ഇത് രണ്ടും സത്യം പറഞ്ഞാൽ ഇതൊരു ഓപ്പോസിറ്റ് എനർജിയാണ്. ഇത് സ്ട്രക്ചർ, റൂൾ, റിജിഡിറ്റി എന്നൊക്കെ പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ്. ഇത് ഒരു സോഫ്റ്റ്വെയർ കാർഡാണ്, ലെസ്സർ എനർജിയാണ്. അതോടൊപ്പം തന്നെ അതൊരു നിങ്ങളുടെ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി പുറത്ത് കൊണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പേജ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സൊന്ന് സോഫ്റ്റ് ആവുകയാണ്. എവിടെയൊക്കെയോ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചില മുറിവുകൾ, ഉണങ്ങാതിരിക്കുന്ന ചില മുറിവുകൾ ഉണങ്ങി വരുന്നതായിട്ട്, അത് ഹീലാവാനുള്ള ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാമല്ലോ, പണ്ട് വഴക്കിട്ട് പോയിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ഒരാൾ തിരിച്ചു വന്നത് സോറിയൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന ഒരു മെൽറ്റ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടല്ലോ. എക്സാക്ട്ലി അതാണ് ഈ പേജ് ഓഫ് കപ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ റിജിഡിറ്റിയുടെ കൂടെ തന്നെ നമുക്ക് ഇമോഷണൽ സോഫ്റ്റ്നെസ് ഉണ്ടാവാനുള്ള അവസരം കൂടി മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ ഈ മാസം നിങ്ങൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, ധനപരം എന്നല്ല, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഫെയർ എക്സ്ചേഞ്ച് വേണം നടത്താനായിട്ട്. അതായത് ഒരു ബാലൻസ് വേണം, കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ഒരു ബാലൻസ് ഉണ്ടായിരിക്കുക. ചില ആളുകളൊക്കെ അവർ അമിതമായിട്ട് ഓവർ ഗിവേഴ്സായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. അവരവരുടെ എനർജിയും അവരുടെ എല്ലാവിധ റിസോഴ്സുകളും അങ്ങോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. തിരിച്ചെന്തെങ്കിലും കിട്ടുന്നുണ്ടോ, കിട്ടുന്നത് ബാലൻസ്ഡ് ആയിട്ടാണോ എന്നൊന്നും അവർ ആലോചിക്കുന്നുണ്ടാവില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു മാസമാണ് മാർച്ച് മാസം. നമ്മൾക്ക് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, അതൊരു ബാലൻസിൻ്റെ കാർഡാണ്. നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതിനൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സമയവുമാണ്. അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു സപ്പോർട്ടിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള സപ്പോർട്ടിനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക്
അത് കിട്ടാനുള്ള ചിലപ്പോൾ ഒരുപക്ഷെ ലോൺ പാസ്സാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ പരിചയക്കാരോ സുഹൃത്തുക്കളോ ഒക്കെ നിങ്ങൾക്ക് പണം കടം തന്ന് സഹായിക്കുന്നതായിരിക്കാം. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഹെൽപ്പ് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് പ്രധാനപ്പെട്ട ഒരു കാർഡാണ് ഡെത്ത് കാർഡ്. ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾക്കൊരു മാറ്റം, കുറേ നാളുകളായിട്ട് ഒരുപക്ഷെ ലൈഫ് നിങ്ങളെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം. ഇന്ന രീതിയിൽ മാറിയാലേ എൻ്റെ ലൈഫിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാവാം. പക്ഷേ ആ മാറ്റത്തിന് നിങ്ങൾ തയ്യാറല്ലാതെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവാം നിങ്ങൾ. മാർച്ച് മാസത്തിൽ നമുക്കതിനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളിതിന് മനസ്സോടെ വില്ലിങ് ആയില്ലെങ്കിൽ, ആ മാറ്റം സ്വീകരിക്കാനും സ്വയം ചേഞ്ച് ആവാനും നിങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ആ മാറ്റം ലൈഫിൽ കൊണ്ടുവന്ന് തരികയാണ്. പക്ഷേ നിങ്ങളതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ആ മാറ്റത്തിന് ശേഷം നിങ്ങൾക്ക് വരുന്നത് ഒരു പുതിയ എനർജിയാണ്. ആ ഒരു പുതിയ എനർജിയെ വെൽക്കം ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡെത്ത് കാർഡ് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് കാർഡാണെങ്കിലും ആക്ച്വലി അതിനൊരു പോസിറ്റീവ് സൈഡ് കൂടി ഉണ്ട്. ആ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ കുറേ നന്മകളാണ് അതിൻ്റെ അങ്ങേ തലയ്ക്കൽ നമ്മളെ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചേഞ്ച് നമ്മൾ നല്ല മനസ്സോടെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ചില വിശ്വാസങ്ങൾ മാറുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഇതുവരെ എടുത്തുകൊണ്ടിരുന്ന റോളുകൾ മാറി വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ ഒരു ഫേസ് മാറി അടുത്തൊരു ഫേസിലേക്ക് നിങ്ങൾ കടക്കുകയായിരിക്കാം. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറി പുതിയ ചില സ്ട്രാറ്റജീസ് സ്വീകരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം പെർമനൻ്റായ മാറ്റവുമാണ്. നിങ്ങൾ ആ മാറ്റത്തിന് ഒരു തവണ അതിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല. ആ രീതിയിലുള്ള ചില മാറ്റങ്ങളാണ് ലൈഫ് ഈ മാസം മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റിന് ശേഷം നമുക്ക് ലൈഫ് കൈവിട്ട് പോകുമെന്നല്ല, അത് നമുക്ക് തിരിച്ച് വരിക തന്നെയാണ്. കാരണം ഇവിടെ ഹയർഫൻ്റ് എനർജി വന്നിട്ടുണ്ട്. ലൈഫിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ദൈവത്തിനോട് കൂടുതൽ അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നമ്മളുടെ സ്പിരിച്വാലിറ്റിയിലൊക്കെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. ആ ഒരു എക്സാക്ട് മീനിങ് ആണ് എനിക്കിവിടെ കിട്ടുന്നത്. ഹെയർഫൻ്റ് എനർജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവുന്നു, നിങ്ങൾക്ക് മോറൽ ക്ലാരിറ്റി വരുന്നു എന്ന് കാണുന്നുണ്ട്. എന്താണ് എൻ്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ പറഞ്ഞു. ആ മാറ്റത്തിലൂടെ കടന്നു വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിനൊരു സമാധാനം അനുഭവപ്പെടും. കാരണം നിങ്ങളവിടെ മാറിക്കഴിഞ്ഞു. ഇനി ആ മാറ്റത്തെ ഭയപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചേഞ്ച് ആയി കഴിഞ്ഞു. ആ ഒരു സമാധാനത്തെയും ഒരു ആത്മീയമായ ഒരു ആശ്വാസത്തെയൊക്കെയാണ് ഈ ഹയർഫൻ്റ് കാർഡ് ഇവിടെ കാണിക്കുന്നത്. ഒരു കാർമിക് കറക്ഷൻ ആണെന്ന് പറയാം. ഇത് നിങ്ങളുടെ ലൈഫിൽ വന്നു തന്നെ തീരേണ്ട ഒരു കാര്യമാണ്. ഇത് മാറ്റി വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഇല്ലാണ്ടാക്കി കളയാനൊന്നും സാധിക്കില്ല. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കാർഡ്സാണ്, ഡെത്ത് കാർഡ് ആൻഡ് ഹയർഫൻ്റ് കാർഡ്. അത് തീർച്ചയായിട്ടും ആ മാറ്റം നിങ്ങൾക്ക് വരേണ്ടത് തന്നെയാണ്. തുടക്കത്തിൽ അതൊരു വേദന ഉണ്ടാക്കുന്നൊരു മാറ്റമാണെങ്കിൽ പോലും നിങ്ങൾക്കതിൽ നിന്ന് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളിലേക്ക് വരേണ്ട ഒരു മാറ്റം, ഇത്രയും നാളെ നിങ്ങൾ നീട്ടി വെച്ചുകൊണ്ടിരുന്ന ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കുക. കാരണം അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റൊരു ഹാപ്പിനെസ് എനിക്ക് പറയാനുള്ളത്, കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനെ വീണ്ടും സ്ട്രോങ് ആയിട്ട് പിന്തുണയ്ക്കുന്ന വേറൊരു കാർഡാണ് ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ വരുമാനം സ്റ്റേബിൾ ആകുന്നുണ്ട്, കരിയറിലൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, നിങ്ങളൊന്ന് ഗ്രൗണ്ടഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ചവിട്ടി നിൽക്കാനൊരു നിലം കിട്ടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു എനർജിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ റിലയബിൾ ആവുന്നുണ്ട്, നിങ്ങളെ വിശ്വസിച്ച ആളുകൾ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു പക്ഷേ കുറച്ച് ടയേർഡായിരിക്കാം, കുറച്ച് ഓവർ വർക്ക്ഡ് ആവുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഒരുപാട് കാലത്തേക്കുള്ള ഒരു ഫൗണ്ടേഷനാണ് നിങ്ങളിപ്പോൾ, ഒരു അടിത്തറയാണ് നിങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ച് നിങ്ങൾ ക്ഷീണിക്കുന്നുണ്ടെങ്കിലും അത് കുറേ നാളുകളത്തേക്ക് വേണ്ടിയിട്ടുള്ള, വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത്.
സോ അതിനെ നിങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ട് ഇത് ലോങ് ടൈമിലേക്കുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആ രീതിയിൽ സമീപിക്കുക എന്നുള്ളൊരു ഗൈഡൻസാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു കോളിംഗ്, ഒരു പക്ഷേ നിങ്ങളിരിക്കുന്ന ജോലിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ, ജോലികൾ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി റെഡിയായി വരുന്നതോ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊഫഷനിലേക്കോ ഒരു ഹോബിയിലേക്കോ നിങ്ങൾ തിരിയാനുള്ള പെട്ടെന്നുള്ളൊരു കോളിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ചാൻസ്, ഇനി ഇല്ല, അതിനി ആ ഒരു ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു ലാസ്റ്റ് ചാൻസ്, ഒരു അവസരം കൂടി നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. അത് ഏത് കാര്യത്തിലാണെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. കരിയർ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ലൈഫിൻ്റെ ഏത് മേഖലയിലുമായിരിക്കാം. അങ്ങനെ എന്തോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു ഫൈനൽ കോൾ, ഒരു തവണ കൂടി നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അത് ശ്രദ്ധാപൂർവം വിനിയോഗിക്കുക എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്കത് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല, കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോളിംഗ് ആണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റീബർത്ത് എന്ന് പറയാം, ഒരു പുനർജന്മത്തിലേക്കാണ് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ആകെ പറയുകയാണെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇമോഷണൽ ഓണസ്റ്റി ഉണ്ടാവുന്നുണ്ട്. നിങ്ങളോട് തന്നെ ട്രൂത്ത്ഫുൾ ആവുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിച്ച് കുഴിച്ചുമൂടി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അത് ഹീലാവാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. പിന്നെ ഡെത്ത് കാർഡിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മാനസിക സമാധാനം, നിങ്ങളുടനെ സന്യാസിയായിട്ട് വീട് വിട്ടിറങ്ങി പോകുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആത്മീയമായിട്ട് നിങ്ങൾക്കൊരു അത് നന്നായി അങ്ങനെ വന്നത് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ധനപരമായിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്പ് വരുന്നുണ്ട്. അതേസമയം ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കോളിംഗ്, ഒരു ലാസ്റ്റ് ചാൻസ്, അതും നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ മാർച്ച് മാസത്തിൻ്റെ പൊതുവെയുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില ചാപ്റ്റേഴ്സ് ലൈഫിൽ നിന്ന് അടയ്ക്കുകയാണ്, ചില പുതിയ ചാപ്റ്റേഴ്സ് നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നുമുണ്ട്. സോ 2026 മാർച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും ഒരു മാസമല്ല, ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ ചില ലൈഫിൻ്റെ പുതിയ മേഖലകളിലേക്ക് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.